ഹേ ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോയി കേട്ടോ. നമ്മള് 4 പേരുമായി പിന്നെയും ബാക്കി ഇല്ലേ. അവണ്ട് ശ്രീതു അളിയനും ഉണ്ടല്ലേ, അളിയൻ പേരോടൊപ്പം. ബർത്ത്ഡേ ഇത്ര അടിപൊളിയായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അച്ഛ അത്ര അടിപൊളിയായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഉണ്ടടാ, എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെക്കാട്ടി എക്സൈറ്റ്മെന്റും സംഭവം അച്ഛനായിരുന്നു കൂടുതൽ. ശ്രീതും അതിനനുസരിച്ച് ഫുള്ള് സപ്പോർട്ട് ചെയ്ത് കൂടുന്ന എല്ലാത്തിനും. ഒത്തിരി നാൾക്ക് കൂടിയിട്ട് ഞാൻ ശരിക്കും മനസ്സറിഞ്ഞ് ആഘോഷിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. അത് നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിലും പ്രസന്റ് ചെയ്യുമ്പോഴത്തേന് അതിലും ഹാപ്പി. പക്ഷെ എല്ലാരും ഉണ്ടായിട്ട് പോകുമ്പോഴത്തേനും ഒരുമാതിരിയാ, അതേ ഒരു പ്രശ്നം. ഞാനും മമ്മിയും മാത്രം രാവിലെ പണിക്കും പോയി. അയ്യോ, ഇത് എന്തോ അമ്മ, ഇത് മുറ്റം കിടക്കുന്ന നോക്കിയേ. നിനക്ക് കേക്ക് മുറിച്ചപ്പോഴേ ഈ പൊട്ടിക്കുന്ന സാധനം എടുക്കാൻ എല്ലാരും മറന്നുപോയി. അകത്തിട്ട് പൊട്ടിക്കാൻ ഞാൻ കാര്യമായി. അതുകൊണ്ട് മുറ്റത്ത് ചെണ്ട പൊട്ടിയപ്പോഴേ എപ്പോ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞു കൊച്ചു വേണ്ട. എനിക്കൊരു ഇത് വരാറില്ല. ഇപ്രാവശ്യം ആയാലും ഞാൻ പറഞ്ഞു വലിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു എല്ലാരും വിളിക്ക്, നമുക്ക് ഫുഡ് വെക്കാന്ന് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. How was the birthday function? How was the birthday function? സൂപ്പർ അല്ലായിരുന്നോ? കയ്യെന്തിരി ഇത് നല്ല തൈലത്തിന്റെ മണം കയ്യില്. മൂവൊക്കെ ഇട്ടിട്ടിരിക്കുക കേട്ടോ. അളിന്റെ കൈ ഇന്നലെ ഞാൻ പിടിച്ച് തിരിച്ച്, സ്നേഹം കൂടി ഞാൻ പിടിച്ച് തിരിച്ച്. ആ ചെണ്ടമേളത്തിൽ ഡാൻസ് കളിക്കാൻ പറ്റില്ലേ, ക്യാമറമാനായി പോയി. ക്യാമറമാനായി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അളിയും ഡാൻസ് കളിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഞാൻ അറമാച്ച്, ഞാൻ ഫുള്ളങ്ങ്, എന്റെ കയ്യിൽ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ അറമാതിച്ച് നൈസായിരുന്നു കേട്ടോ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ബർത്ത്ഡേ ആയിരുന്നു സുഹൃത്തുക്കളെ. അളിയനാ പൊട്ടിച്ച, പോപ്പർ പൊട്ടിച്ചത് അളിയനാ. നുള്ളി പറക്കിട്ട് പോയാ മതി. ഓക്കെ, നമുക്ക് കഴിക്കാം കേട്ടോ. ഇവിടെ പുട്ടുണ്ട്, പുട്ടും പഴവും മുട്ടയും പാലും. മമ്മി ബദാമൊക്കെ എന്ത്? പിസ്ത തീർന്നു. ഞാൻ പിസ്ത അങ്ങനെ ഞാൻ മേടിക്കത്തില്ലേ, ഓവർ എക്സ്പെൻസീവ്. അതുകൊണ്ട് ആ കക്കൂസിന്റെ സൈഡിലായിട്ട് കൊണ്ടുപോയി പറിച്ചോണ്ട് നെഞ്ചാമുടിക്ക് ഷൂസോ എയർ ഷൂ ആളിയ. ലുക്ക് സൂപ്പറാ. ട്രൗസർ ഇരിയളേ, വാ കഴി. അയ്യോ, ഈ പുട്ട് ഇരുന്ന് തണുത്ത് കേട്ടാ, ഇതിനൊട്ടും കൊള്ളൂല. വാ ഇരി, വാ പുട്ട് കഴിക്കാം. അമ്മ പുട്ട് കഴി, വാ ഇരി. അമ്മയിലുണ്ടാക്കി ഇരി. അത് പറ്റത്തില്ല, അങ്ങോട്ട് ഇരി. അങ്ങനെ വേണ്ട. കണ്ടോ, നമ്മക്ക് ഉണ്ടാക്കി തരും, അമ്മ തിന്നത്തില്ല. അമ്മ പഴിഞ്ഞ് എവിടെ തിന്നു തോന്നുന്നു. എനിക്ക് ഇത് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഇത്. ഉണ്ടാക്കിയില്ലേ, കളയുന്ന എങ്ങനെ തിന്ന. വേറെ ഒന്നുമില്ല. ഇന്നലെ ബിരിയാണി അല്ലേ വെച്ചത്, അത് തീർന്ന്. അമ്മ എല്ലാരും കൊണ്ടുപോയില്ലേ അമ്മ ബിരിയാണി? ഈ പഴം എന്ന് പറയുന്നത് പാളയത്തോടം പഴം വേണം കേട്ടോ, നല്ല സ്മൂത്ത് ആവുള്ളൂ. നോക്കാം, മനസ്സിലായോ? ഓക്കെ, പിന്നെ ഓരോ പഴത്തിനും ഓരോ പേരല്ലേ. ഇത് ആരിടുന്നു? പൂവമ്പഴം, റോബസ്റ്റ്, പിന്നെ ഞാലിപ്പൂവൻ, വേറൊരു പഴമുണ്ട്. അമ്മ ഇതിന്റെ മണമുള്ള പഴത്തിന്റെ പേരെന്തായിരുന്നു അമ്മ? കദളിപ്പഴം കേട്ടിട്ടുണ്ടോ? ഭയങ്കര വിഷയവും ഭയങ്കര മണവും ഭയങ്കര രുചിയോ. കഴിച്ചിട്ട് വരാവേ. നല്ല മുട്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വേണം ഒറ്റയ്ക്ക് തോളി എടുത്ത് വെച്ചോണ്ട് പോകും. അതിങ്ങനെ 2 സൈഡ് ഞാൻ ഒറ്റയ്ക്ക്. ഇത് ഞാൻ അന്ന് റൂം പെയിന്റ് ചെയ്യുന്ന സമയത്ത് വെള്ള പെയിന്റ് അടിച്ചതാ. നേരെ ഇങ്ങ് കൊണ്ടിട്ട് സാധനമൊന്നുമില്ലല്ലോ. ഇന്ന് ഫുള്ള് എനിക്ക് ക്ലീനിങ് ജോലി. കൊച്ചിനും വൈകുന്നേരം മുറ്റം. ശ്രീധുവിന് ഏത് ഭാഗം വേണം? ഒരു പാട്ട് പഠിക്കണം. വീട്ടിൽ എല്ലാരും ഉണ്ടായിട്ടെ പെട്ടെന്ന് ഇന്നലെ എല്ലാരും ഫുള്ള് എല്ലാരും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മള് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രശ്നം. ഇനി നമുക്ക് ഇത് 2-3 ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം ഇതാവണം. അതൊരു സീൻ.
ഇപ്പൊ ഇന്നിപ്പോ ഭയങ്കര ശോകം. ഇന്നലെ ഭയങ്കര ഓണായിരുന്നു. ഇന്നിപ്പോ ആരും ഇല്ലാതെ ഭയങ്കര ശോകം. രാവിലെ ഇച്ചിരി പുട്ട് മാറ്റണം. ഞാൻ മടുത്ത് കേട്ടോ. അരി വെള്ളത്തിടാം. അരിയ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിട്ട് രാവിലെ വേറെ ഇഡലിയോ സാമ്പാറോ അങ്ങനെ വല്ലതും ഉണ്ടാക്കും. ഞാൻ മടുത്ത്. ഇന്നലെ പിന്നെ ഇതല്ലായിരുന്നു. അല്ലെങ്കിൽ പുട്ടും ചിക്കനോ പുട്ടും ബീഫൊക്കെ വേണം. ഇത് പുട്ടും പഴവും പുട്ടും കടലക്കറിയും പുട്ടും ഉള്ളിക്കറിയും ഉണ്ടാക്കും. നിന്റെ പുട്ട് ഒഴുകിയത് അവിടെ ഇരിക്കുന്നു. എനിക്ക് വേണ്ട. ഇങ്ങ വേറെ ഫുഡില്ലേ? ഇതാ ഇന്നേക്ക് ഇതാ പുട്ട്. ചോറില്ല, ഇന്ന് പുട്ടാ. ഇന്ന് ഹൗസ് ക്ലീനിങ്. പേടിച്ചു പോയി. താഴെ തനിയെ പൊട്ടിയത്. തനിയെ പൊട്ടിയതാ. ബലൂൺ തനിയെ പൊട്ടുമല്ലോ. ആത്മാക്കളെല്ലാം ഇருக்கு. നല്ല മഴ പെയ്യണ്. അയ്യോ, നമ്മള് മുറ്റം തൂത്തില്ല കേട്ടോ. മഴയത്ത് എങ്ങനെ തൂക്കുന്ന? എന്റെ മോനെ അടിപൊളി മഴ. ഇന്നലെ മഴ പെയ്ത് ഈ സമയപ്പം. മഴ പെയ്ത് കുളിച്ചാലാ കൂട്ടിയെടുത്ത് നമുക്ക് തോട്ടിലൊക്കെ പോയാലേ. നല്ല മഴ കേട്ടോ. നോക്ക്, ലിറ്റർ കണക്കിന് വെള്ളം വീഴുന്നു. എനിക്കും കുളിക്കാൻ തോന്നുന്നു. ഞാനും ഇറങ്ങാൻ പോണം. ആ മഴയുടെ പവർ പോയി. മഴയുടെ പവർ പോയി. അച്ചോ, മഴ പോയി ഗൈസ്. ഇനിയിപ്പോ ഇറങ്ങണോ? മഴയുടെ പവർ പോയി. അളിയാ തീർന്ന്. ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ ഇറങ്ങുന്നില്ല. എല്ലാം പറഞ്ഞ അപ്പോഴേ എടുത്ത് ചാടിറങ്ങട്ടെ. ചുമ്മാതെ അവിടെ നിന്ന് പബ്ജി കളിച്ചോണ്ടിരുന്നതാ. ഹായോ റബ്ബ, ഹായോ റബ്ബ, ഹായോ റബ്ബ. അതായത് പുഴുവാണോടാ? പുഴുവാണ്. നല്ല തണുപ്പ്. വാ കുളിക്കാം. വാ. ഹായ് മമ്മ. ഹായ് മമ്മ. ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് വെച്ചാ. ആ സേ പൂങ്കവിൾ മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ചിരി. ഒരു ഫോട്ടോ ഫ്രെയിം. പിന്നെ ഇതിവിടെ രണ്ട് കൊച്ചുങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. കുറച്ച് പിള്ളേർ ഇവിടെ വന്ന് തന്നതാട്ടോ ഈ ഒരു ഗിഫ്റ്റ്. നമുക്കിത് ആദ്യം പൊട്ടിക്കാം. ഇത് ഫോട്ടോ ഫ്രെയിമാണ്. ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ആട്ടോ. സൈഡിൽ ഞങ്ങൾ 4 പേരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. കൊള്ളാല്ലേ? കൊള്ളാം. താങ്ക് യു സോ മച്ച്. ഇത് കുറച്ച് വലിയ പാക്കേജ് ആട്ടോ. ഇത് മറ്റേ ഇല്ല ബുക്ക് പൊതിയുന്നില്ലേ ഈ സാധനം, ഈ പേപ്പർ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ബുക്കിനൊക്കെ പൊതിയുന്ന സാധനമായിരുന്നു ഈ പേപ്പർ. ഇതിന്റെ ഒരു കുറ്റി റോള് മേടിക്കും നമ്മള്. ഇത് 2 പെട്ടിയുണ്ട്. കളിപ്പാട്ടം ഞാൻ എന്തിനാ, എനിക്ക് 10 വയസ്സുള്ള വെച്ചാ 25 വയസ്സായി മുതുക്. ഈ കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടാണെ കൊള്ളായിരുന്നു. ചെറിയ പെട്ടിയാണ് കേട്ടോ. ബെസ്റ്റ് വിഷസ് ടു യു, ഓൾവേസ് ഹാപ്പി. ഇത് ആരാ അയച്ചേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതിനകത്ത് പേരൊന്നും എഴുതിയിട്ടില്ല. തുറന്നു നോക്കാം. ഓ, ഫ്ലവറൊക്കെ വെച്ച് ഫാസ്റ്റ് ട്രാക്കിൻ്റെ കപ്പ്. ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ കപ്പൊക്കെ കേട്ടോ. കപ്പല്ല, ഇത് വാച്ചാ. ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച്. ഓ
എന്റെ അച്ഛൻ്റെ കൈ കിടക്കുന്ന അവിടുത്തെ വാച്ച്. അതേ സെയിം വാച്ച് അല്ലേ അച്ഛൻ? ഇത് ആരാ അയച്ചത്? ഇത് ഫ്രം അഡ്രസ് ഇല്ല, സത്യമായിട്ടില്ല. അത് ആ കവറിഞ്ഞ് എടുത്തിട്ട് വന്നേ. അയ്യോ, പേര് പറയണ്ട അയച്ചോ. ഫ്രം അഡ്രസ് ഇല്ല കേട്ടോ. എടപ്പള്ളിന്ന് അയച്ചേക്കുന്നത്. ഫ്രം അഡ്രസ് ഇല്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അയ്യോ, സൂപ്പർ വാച്ച് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളി അടിപൊളി വാച്ചായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്ത് സ്പ്രേ എന്തോ ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് കപ്പാണെന്ന്, ചായ കുടിക്കുന്നത്. ഞാൻ കപ്പോ. കൊറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ്. ഭംഗിയുണ്ട് കേട്ടോ. ഇത് സ്പ്രേ ആയിരിക്കും. ഇത് പെർഫ്യൂം. ഒരു പെർഫ്യൂം ആട്ടോ. സൂപ്പറാണോ? അച്ഛനാണോ? ഞാൻ കുടിക്കാം. ഇനി ഒരു ബോക്സ് കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്തുമായിരിക്കും? ഇത് ഡ്രസ്സായിരിക്കും, ടീഷർട്ട്. ഇത് ഇച്ചിരി വലിയ ഗിഫ്റ്റ് ആട്ടോ. ഇത് ഇതിനൊക്കെ അത്യാവശ്യം നല്ല വിലയാവുന്നതാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇത് കുറച്ച് വലിയ ബോക്സ് ആണേ. ഇതിനകത്ത് എന്തരായിരിക്കും ടീഷർട്ടോ ഡ്രസ്സോ എന്തെങ്കിലായിരിക്കും. മുട്ടായി ഒക്കെ ഉണ്ട് കേട്ടോ. മുട്ടായി, എൻ്റെ ഒരു ഫോട്ടോ. ഇത് ടീഷർട്ട്. കൊള്ളാച്ചാ? എല്ലാം പാക്ക് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ അടിയിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട്. കൊള്ളാല്ലേ? അന്ന് കൊടൈക്കനാൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ. ഷർട്ട് 3-4 ഷർട്ട് ഉണ്ടല്ലോ. പിന്നെ ഒരു ഷർട്ട്. കൊള്ളാല്ലേ? എല്ലാം സ്റ്റാൻഡേർഡ് ലുക്ക് സാധനം. പിന്നെ ഒരു ഷർട്ട്. ഒത്തിരി ഗിഫ്റ്റ് തന്നു എനിക്ക്. ഒത്തിരി ഷർട്ട് ഉണ്ടേ. വേണ്ടേ? അടുത്തൊരു ഷർട്ട്. സൈസും കറക്റ്റാ, മീഡിയം, ഫുൾ സ്ലീവ് കേട്ടു. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അയ്യോ, എൻ്റെ മനസ്സ് നിറഞ്ഞു, ഞാൻ കൃതാർത്ഥനായി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. വേണ്ട, ഇത്ര ചോക്ലേറ്റ്സ് ഉണ്ട്. ഒത്തിരി ഗിഫ്റ്റ് എന്ന് വെച്ചാൽ വാച്ചൊക്കെ തന്നു. ആരാന്നെന്തോ താങ്ക് യു കേട്ടോ. ഓ, എത്ര വട്ടം താങ്ക് യു പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട്. താങ്ക് യു. കോഴിക്കോട് നിന്ന് ശ്രീനന്ദ അയച്ചേക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഫോൺ നമ്പർ ഉണ്ടോ? വിളിച്ചു ചോദിക്കാന്നില്ല, അത് പിൻകോഡാ. എന്ത് അയച്ചെന്ന് വിളിച്ചു നോക്കാതെ. വിളിച്ചു പറയാൻ നമുക്ക് സാധനം കിട്ടിയെന്ന് അവർക്ക് സന്തോഷാവൂലേ? ഷർട്ടാട്ടോ. ഷർട്ടും മുണ്ടും. ഓ, അപ്പൊ ഞാൻ മുണ്ട് എടുക്കുന്ന ഇഷ്ടമുള്ള ആരോ. ഒരു ഷർട്ടും മുണ്ടും ശ്രീനന്ദ അയച്ചു തന്നെ കേട്ടോ. താങ്ക് യു ശ്രീനന്ദ. ശ്രീനന്ദനാണോ ശ്രീനന്ദയാണോ? അയ്യോ, നന്ദനയല്ലേ? ശ്രീനന്ദ. നന്ദ എന്നോട് തെറ്റിക്കാനായിട്ട്. അമ്പലത്തിൽ പോകുമ്പോഴാം ഈ ഷർട്ടും ഈ ഡ്രസ്സും എല്ലാം ഞാൻ ഇനി വരുന്ന വ്ളോഗിലൊക്കെ ഇടാം കേട്ടോ. ഇനി അങ്ങോട്ട് മൊത്തം ഈ ഒക്കെ ഡ്രസ്സായിരിക്കും. കുറേ ഡ്രസ്സ് കിട്ടി എനിക്ക്, ഒത്തിരി ഡ്രസ്സ് കിട്ടി. ഇത്രയല്ലേ ഉള്ളു. ഇനി ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച ഒരു സാധനമാണ് ഗൈസ്. ഇത് DJ-യുടെ ഒരു ജിമ്പലാണ് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ഇത് ഒന്നും കൂടെ ഞാൻ പൊട്ടിക്കാം. ഫോട്ടോയും ഒക്കെ വെച്ച് ഇങ്ങനെ അയച്ചു തന്നതാണ്. അപ്പം അടുത്തൊരു സുഹൃത്താണ് എനിക്കിത് അയച്ചത്. താങ്ക് യു സോ മച്ച്. ഇത് മറ്റേ ഇതാണച്ചാ, നമ്മളിവിടെ ഫോൺ ഇവിടെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ ഓടയൊക്കെ ചെയ്തില്ലേ ആൾക്കാർ, കണ്ടിട്ടില്ലേ? അത് ഈ സാധനം അനങ്ങത്തില്ല, ഇങ്ങനെ കറക്കി അക്രോബാറ്റിക് ഷോട്ടൊക്കെ എടുക്കാം. അവിടെ കാണിച്ചു തരാം. എൻ്റെ ഫോൺ എന്തി, മറ്റേ ഫോൺ എന്തി, അമ്മയുടെ ഫോൺ എന്തിയുമ്മ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രിപ്പിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം. ഫോട്ടോയൊക്കെ വെച്ചൊക്കെ അയച്ചത്. ഒത്തിരി ഞങ്ങളുടെ എല്ലാവരും ഫോട്ടോ ഉണ്ട്, അമ്മയുടെ, എൻ്റെ, അങ്ങനെ ഒത്തിരി ഫോട്ടോസ്. എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ തിരിഞ്ഞൊക്കെ വരും. ഇങ്ങനെ ഓടി കിടന്ന് ഇങ്ങനെയൊക്കെ എടുക്കാം ഫോട്ടോ, വീഡിയോ ഒക്കെ. കണ്ടോ, ഇത് അരങ്ങത്തില്ല, ഇരിക്കുന്നത് കണ്ടോ, തിരിഞ്ഞൊക്കെ വരും. രസമാട്ടോ ഇത് കളിക്കാൻ. ഇപ്പോഴത്തേനും ഓടുന്ന ഷോട്ട് എടുക്കണം. ഇപ്പം നമുക്ക് ഫോണിലാണെങ്കിൽ ഇങ്ങനെ ഷേക്ക് ആവത്തില്ലേ, ഇതിങ്ങനെ ആണെങ്കിൽ ആനങ്ങത്തില്ല, ആണെങ്കിൽ നമ്മൾ വ്ളോഗ് എടുക്കാനൊന്നും അത്ര യൂസ് അല്ല. ബി-റോൾ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. ഇത് ഞാൻ മേടിക്കണം എന്ന് ആലോചിച്ചൊരു സാധനമായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഹേ ഗൈസ്, അപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി, ഒത്തിരി സന്തോഷം, ഒത്തിരി ഹാപ്പി ആട്ടോ. ഞാനൊരു കിടിലം വാച്ച് കിട്ടി, ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച്. ഇത് അച്ഛന് ഞാൻ ഇതിൻ്റെ സെയിം മോഡൽ അച്ഛനെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ്. അതെ, ഒത്തിരി നന്ദി. ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി, താങ്ക് യു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും എനിത്തിങ്?
അല്ല ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇത്ര ഞാൻ അടിപൊളിയാക്കിയിട്ടില്ല ഇതുവരെ. മെയിനായിട്ട് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അത് നമ്മൾ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. എൻ്റെ ബർത്ത്ഡേ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്, അത്രയും സന്തോഷം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയുള്ള ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ.